മലയാളത്തിൽ ഇപ്പോൾ റീ റിലീസ് സിനിമകളുടെ കാലമാണ്. ഈ അടുത്തിടെ മോഹൻലാലിന്റെ ഹിറ്റ് ചിത്രങ്ങളിലൊന്നായ ചോട്ടാ മുംബൈ റീ റിലീസ് ചെയ്തിരുന്നു. തിയേറ്ററിൽ വലിയ വിജയമായി ചോട്ടാ മുംബൈ തീർന്നിരുന്നു. പൊതുവിൽ മാസ് സിനിമകൾ റീ റിലീസ് ചെയ്യുകയും ക്ലാസ് സിനിമകൾ തഴയുകയുമാണ് ചെയ്യാറുള്ളത്. എന്നാൽ ഇപ്പോൾ തേന്മാവിൻ കൊമ്പത്ത്, രാവണപ്രഭു, 2020 തുടങ്ങിയ ചിത്രങ്ങളുടെ 4K റീമാസ്റ്ററിംഗ് ജോലികൾ പുരോഗമിക്കുകയാണ്. ഈ ചിത്രങ്ങളുടെ റീ റിലീസ് ഈ വർഷം തന്നെ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഉദയനാണ് താരമാണ് ഉടൻ റീ റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രം. 2 വർഷത്തിനിടെ 8 സിനിമകളാണ് മലയാളത്തിൽ റീ റിലീസ് ചെയ്തത്. എന്നാൽ ഇതിൽ മോഹൻലാൽ ചിത്രങ്ങളായ ദേവദൂതൻ, മണിച്ചിത്രത്താഴ്, സ്ഫടികം, ചോട്ടാ മുംബൈ എന്നീ സിനിമകൾക്ക് മാത്രമാണ് സാമ്പത്തിക നേട്ടം ലഭിച്ചത്. ഈ ചിത്രങ്ങൾക്കെല്ലാം 3 കോടിക്ക് മുകളിലാണ് കളക്ഷൻ ലഭിച്ചത്. ഒരു സിനിമ നല്ല നിലവാരത്തോടു കൂടി റീമാസ്റ്റർ ചെയ്ത് 4K പതിപ്പിക്കാൻ 1 കോടിയിലധികം രൂപ വേണം. ചെലവാകുന്ന തുക തിരികെ ലഭിക്കാൻ സാധ്യതയുള്ള ചിത്രങ്ങൾ മാത്രമാണ് തിരഞ്ഞെടുക്കുന്നത്. തമിഴിലും ഹിന്ദിയിലും തെലുങ്കിലും ഇപ്പോൾ അനേകം സിനിമകൾ റീ റിലീസ് ചെയ്യുന്നുമുണ്ട്.